സാറേ, ഇസ്രായേലിൻ്റെ ഉദ്ദേശം എന്താണ്? ഇസ്രായേൽ ലബനനിൽ കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു. ഇറാനിൽ കയറി അവിടെ ഹമാസിൻ്റെ തലവനെ വധിച്ചു. നിരന്തരം ഹമാസുമായി യുദ്ധത്തിലാണ്. ഇപ്പം ലബനനിൽ അപ്പോൾ ചുമ്മാതെ കയറി അങ്ങ് അടിക്കുമോ? അല്ല, അതൊരു റോഡ് മാപ്പിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ അറ്റാക്ക്. കാരണം ഇസ്രായേൽ അതെടുത്ത ആദ്യം ഒരു 50 വർഷത്തെ അജണ്ടയുമായിട്ടാണ് വന്നത്. അതവർ ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞു. വെസ്റ്റ് ബാങ്കും ഗാസ എപ്പം വേണമെങ്കിലും അവർക്ക് അവരുടെ ഭാഗമാക്കി മാറ്റാം. അവരത് പല കാരണങ്ങളും ടെക്നിക്കലായ റീസൺസ് കൊണ്ടും പിന്നെ ഈ അവിടെയുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് അത് ചെയ്യാത്തത്. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവർ കീഴടക്കിയെന്ന് മാത്രമല്ല അവരെ കൊണ്ട് ഇസ്രായേലിൻ്റെ അസ്തിത്വം അംഗീകരിപ്പിച്ചു. അവസാനം സൗദി അറേബ്യനെ കൊണ്ട് പോലും അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിഷൻ കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് വിശാല ഇസ്രായേലാണ്. അപ്പോൾ വിശാല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവരീ പ്രവാസപ്പെടുന്ന കാനൻ ദേശത്തിൽ ഈജിപ്തിൻ്റെ സൂയസ് കനാൽ സൈഡ് ഈജിപ്റ്റ് വരും. അതിൽ സൗദിയുടെ ചില ഭാഗങ്ങൾ, തുർക്കിയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ലെവാന്ത് എന്ന് പറയുന്ന ഈ പറയുന്ന ലെബനീസ് ആൻഡ് സിറിയൻ പ്രദേശം. ഈ പ്രദേശങ്ങൾ അവരുടെ ഈ ഒരു കാനൻ ദേശത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങൾ കൂടി കീഴടക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതോടുകൂടി വിശാല ഇസ്രായേൽ കംപ്ലീറ്റഡ് ആവും എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അറ്റാക്കാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഗാസ, വെസ്റ്റ് ബാങ്ക് ഓൾറെഡി പിന്നെ ഈ ഫത്താനെ ഈ യാസറാഫത്തിൻ്റെ മരണത്തോടു കൂടി അത് തീർന്നു. ഗാസ ഇപ്പം തീർന്നു. ഇനി അവർക്ക് വേണ്ടത് അടുത്ത അവരുടെ ഇമ്മീഡിയറ്റ് അതിട്ട് ലെബനനാണ്. ലെബനനാണ് ഒരു ഇന്റേണലി ഒരു വിഷയമുള്ള രാജ്യമാണ്. അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നല്ലോ. അതെ. പിന്നെ അത് പതുക്കെ ഒരു മുസ്ലിം രാജ്യമായി മാറ്റപ്പെട്ടതാണ്. അപ്പോൾ ഇന്റേണലായിട്ട് ഇടക്കാലത്ത് അവിടെ ക്രിസ്ത്യൻ തീവ്രവാദികളും മുസ്ലിം തീവ്രവാദികളും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ പ്രസിഡന്റുമാരൊക്കെ ബോംബാക്രമണത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ അന്നത്തെ കാലത്ത് തന്നെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഒരാൾ ക്രിസ്ത്യൻ ആയിരിക്കണം, ഒരാൾ മുസ്ലിം ആയിരിക്കണം എന്നായിരുന്നു. അപ്പം അവിടെ അങ്ങനെ ഇന്ത്യയുടെ റിഫ്റ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇസ്രായേലിന് ഇടപെടാൻ താരതമ്യേന എളുപ്പമാണ്. മാത്രമല്ല ഇറാൻ ഈ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളനെ വെച്ച് കളിക്കുന്നത് അവിടുന്നാണ്. ഇത് ഇസ്രായേൽ എനിക്ക് തെക്ക് ഭാഗത്താണ് ഈ രാജ്യം വരുന്നത്. അപ്പം ഇസ്രായേൽ ഒരു നിത്യ തലവേദനയാണ് അവർ. അപ്പോൾ ഇതും കൂടി കീഴടക്കി കഴിഞ്ഞാൽ തെക്ക് അവർ കൂടുതൽ സേഫായി, കൂടുതൽ വിശാലമായി. അത് കഴിഞ്ഞാൽ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രശ്നം, സിറിയ അസദ് ഇപ്പം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അസദിൻ്റെ കയ്യിൽ നിന്ന് വാർലോഡ്സിൻ്റെ കയ്യിലേക്ക് അതിൻ്റെ പല പ്രദേശങ്ങളും പോയിട്ടുണ്ട്. അസദിൻ്റെ നേരിട്ടുള്ള സ്വാധീനത്തിലുള്ള സ്ഥലങ്ങൾ കുറവാണ്, ചുരുങ്ങി വന്നിട്ടുണ്ട്, ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവർ പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതോടുകൂടി ഇസ്രായേൽ ആ ഏരിയയിലേറ്റ്, അതാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇസ്രായേൽ, ട്രംപ് ഒന്നും കാണാണ്ട് പറഞ്ഞാലുള്ളത്, ഇസ്രായേലിനെ പ്രദേശത്തെ ഏറ്റവും വലിയ രാജ്യമാക്കും. ഇതിനും കൂടി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ സൗദിനെക്കാണ്ട് വലിയ രാജ്യമാവും. പിന്നെ അതിലൊരു സ്ട്രാറ്റജിക്കലായിട്ടൊരു കാര്യമുണ്ട്. തന്ത്രപ്രധാനമായ കപ്പൽ റൂട്ടാണ് സൂയസ് കനാൽ. സൂയസ് കനാലിനെ വെച്ചുകൊണ്ടാണ് ഈജിപ്റ്റ് ഇപ്പം ജീവിക്കുന്നത്. എന്നുള്ള ഈജിപ്റ്റ് പലപ്പോഴും ഇതിൻ്റെ താരിഫൊക്കെ കൂട്ടുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ട്രേഡിൻ്റെ. അപ്പോൾ സൂയസ് കനാലിന് പകരം ഇസ്രായേലിലൂടെ ഒരു രണ്ടാമത്തെ കനാൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചിരുന്നു. അപ്പം അതിനെക്കാട്ടും എളുപ്പം സൂയസ് കനാൽ ഇങ്ങനെ പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനോട് പിടിച്ചിക്കാൻ ഈജിപ്റ്റിന് പറ്റില്ല. യുദ്ധങ്ങളെല്ലാം ഈജിപ്റ്റ് തോറ്റതാണ്. മാത്രമല്ല അമേരിക്കയുടെ സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെ ഇതൊരു അടുത്തൊരു 50-100 വർഷത്തേക്കുള്ള വലിയൊരു വാർ ഗെയിമാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇത് ഈ ഫത്കൂം നേതാവ് ഖലീൽ അൽ മക്ത, അതായത് ഈ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന അതിൻ്റെ തലവനാണ് അദ്ദേഹം ഈ സിദാനിലാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. ഇദ്ദേഹം കാറിൽ പോകുമ്പോൾ അറ്റാക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ അനിയൻ സഹോദരനും ഈ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുവർക്കും പങ്കുണ്ട് എന്നാണ് ഇസ്രായേൽ തെളിവ് നിരത്തി പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വധിച്ചത്. അതായത് അന്ന് ആ സമയത്ത് ഒക്ടോബർ 7 ആരൊക്കെ കയറി അങ്ങോട്ട് അടിച്ചോ അവരെ മുഴുവൻ തീർക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിന് തെളിവില്ലെങ്കിൽ ഇസ്രായേൽ അടിക്കും. ഇസ്രായേലിന് ഉദ്ദേശിക്കുന്നത് തെളിവായിട്ടുണ്ടാക്കണം. അത് വലിയ തെളിവെന്ന് പറയുന്ന കാര്യം ഒന്നെങ്കിൽ അവർ ഇപ്പം മൈറ്റീസ് റൈറ്റ് ആണല്ലോ. ലോകത്ത് ജനാധിപത്യമൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ലോകത്തുള്ള മൈറ്റീസ് റൈറ്റ് ആണ്. ഇസ്രായേലിന് ഇപ്പോൾ അത് മൈറ്റ് ഉണ്ട്, അത് അവർ കാണിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം മുസ്ലിം പറഞ്ഞ തുർക്കി രാജാക്കന്മാർക്കും ഉമയുദ് ഖലീഫമാർക്കൊക്കെ മൈറ്റുണ്ടായ സമയത്ത് അവരത് കാണിച്ചിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ ജൂതന്മാർ ലോകത്തുണ്ടാവില്ലായിരുന്നു. അവർ ജൂതന്മാരെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ ജൂതന്മാരെ ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധന്മാരെ ഇവരെ യുദ്ധം ചെയ്യാത്ത ആരുമില്ല. ഇവരേറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. അപ്പം ഈ
ഈ ജൂതന്മാരുടെ ഒരു ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് ഉമയ്യദ് ഖലീഫമാർ ഈ സ്പെയിൻ ഭരിച്ച സമയത്താണ്. മാത്രമല്ല ഈ പറയുന്ന തുർക്കിയിൽ ഓട്ടോമൻ എംപയർ ഇവരെ വലിയ കാര്യമായിരുന്നു. ഇവരെല്ലാവർക്കും വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരെ കാര്യമില്ലാത്ത വേറൊരു വിഭാഗത്തിനാണ്. ഞാൻ എന്തിനാണ് വെറുതെ പേര് പറയാത്തതുകൊണ്ട്. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇവരെ വലിയ കാര്യമായിരുന്നു. കാരണം ഇവർ നല്ല ട്രേഡേഴ്സാണ്. അതെ. അപ്പോൾ ഇവർക്ക് അന്നേ എസ്റ്റാബ്ലിഷ്ഡ് ലിങ്ക് ഉണ്ട്. ഇപ്പം ഇസ്ലാമൊക്കെ പിന്നെ ഉണ്ടായതാണ്. ഇവർക്ക് പണ്ടേ ഇന്ത്യയും ഒക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ലിങ്ക് ഉണ്ട്. ഇവർ ട്രേഡിങ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഇവരുടെ വളർച്ചയ്ക്ക് ഈ സാമ്രാജ്യങ്ങൾ ഉപയോഗിക്കും. അതിന് പകരം ഇവിടെ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് പോലെ അവരെ നല്ല രീതിയിൽ അവർക്ക് ഫ്ലരിഷ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ഈ സിയോണിസ്റ്റുകൾ ചിന്തിക്കുന്ന പോലെ അന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ജൂതന്മാരുണ്ടാവില്ല ലോകത്ത്. ഈ ജൂതന്മാർ എന്തുകൊണ്ട് പിന്നെ അങ്ങനെ ഇവർ കച്ചവടമൊക്കെ ചെയ്ത് അവർ നന്നായി വ്യാപാരം ചെയ്യാൻ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ലോകമെമ്പാടും അങ്ങനെ ഇവരൊരു ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് കച്ചവടം ചെയ്തിട്ട് ലോകമെമ്പാടും തങ്ങളുടെ കാൽ കീഴിലാക്കും എന്ന് പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ ഒരു സാധ്യത. ജൂതന്മാർക്കൊരു കാര്യം, ലോക സാമ്രാജ്യം സ്ഥാപിക്കുന്ന ജൂതന്മാരുടെ ലക്ഷ്യമല്ല. ജൂതന്മാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടും. ആ തിരിച്ചു പോകാമെന്നുള്ള ഒരു സ്വപ്നം അവർ എല്ലാ കാലഘട്ടത്തിലും അവർ താലോലിച്ചിരുന്നു. അവരുടെ തന്നെ ഗ്രന്ഥങ്ങളനുസരിച്ചിട്ട്, വിവിധ പുസ്തകങ്ങളനുസരിച്ചിട്ട് അവരെ കയ്യിലിരിപ്പുകൊണ്ടാണ് അത് അവർക്ക് നഷ്ടപ്പെടുന്നത്. എങ്കിലും തിരിച്ചു വരുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അടിച്ചമർത്തലുകൾക്ക് വിധേയമായ ആളുകളാണ് ജൂതന്മാർ. അത് ഹിറ്റ്ലർ കാണിച്ചോന്നല്ല, വേറെ പലരും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് കണക്കോ ഞാൻ പറയുന്നില്ല. അങ്ങനെ എന്നിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ അവർക്ക് ധൈര്യം നൽകിയ തോറ എന്നുള്ള ഓൾഡ് ടെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഓരോ ജൂതനും ബേസിക് തോറയിലെ യഹോവയെ പോലെയാണ്. തോറയിലെ യഹോവ ജീസസിൻ്റെ യഹോവയല്ല. തോറൻ്റെ യഹോവ എന്ന് വെച്ചാൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് അടിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ മൂപ്പർക്ക്. ജീസസിൻ്റെ ആണ് അടിച്ചാൽ മറ്റ് അവളും കാണിച്ചു കൊടുക്കാൻ ജീസസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ജീസസിനെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള അടുത്ത് നമ്മൾ അംഗീകരിക്കില്ലെന്ന് അവർ പറയാം. ഇപ്പം ഈ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇവർ അവസാനം അംഗീകരിക്കുന്നതോടുകൂടി ക്രിസ്തു രാജ്യം വരുമെന്നാണ്. ഇവരംഗീകരിക്കണം. ജീസസിനെ ലോകത്ത് ആരംഗീകരിച്ചിട്ട് കൊണ്ട് മാത്രം കാര്യമല്ല. ജീസസ് യഹൂദനാണ്, യഹൂദന്മാരുടെ രാജാവാണ് ജീസസ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. യഹൂദന്മാരുടെ, പക്ഷെ അവരംഗീകരിക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ ഒറ്റ കൊടുത്തത്. അവർ കളിയൊക്കെ ചെയ്തത് ഇവിടെ വന്നിരിക്കുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ അന്ന് അവിടെ റോമക്കാർ ഇവരെ തോൽപ്പിച്ചു. ഭയങ്കരമായ പീഡനമായിരുന്നു. ഇവർ ഒരു രാജ്യവും വളരെ സംഘടിതമായ ജനവിഭാഗമാണ്. റോമക്കാർ ഇവരെ അടിച്ചമർത്തിയ പോലെ ആരും അടിച്ചമർത്തിയിട്ടില്ല. അപ്പോൾ റോമക്കാർ ഇവരെ തോൽപ്പിച്ച സമയത്ത് ഇവരുടെ ഇടയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു രക്ഷകൻ, ഒരു സേവിയർ വരുന്നുണ്ടായിരുന്നു. ആ സേവിയറായിട്ട് പലരും വന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നു. ആ ഒരുപാട് ആളുകൾ വന്നതിൽ കൂട്ടത്തിൽ ഒരാളാണ് ജീസസ്. ഇത് ഞാൻ റെഡ് സീ സ്കോൾസ് എന്നുള്ള ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരുപാട് സേവിയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ജീസസ് റോമക്കാരുമായിട്ടുള്ള ഈ ഫൈറ്റിൽ ജീസസ് ശ്രദ്ധിക്കപ്പെടുകയും ജീസസ് അവസാനം ജീസസിൻ്റെ ഒരു പക്ഷേ ഭാഷയായിരിക്കും അതിന് കാരണം. ജീസസിൻ്റെ ഭാഷ വളരെ സിമ്പിളാണ്. എപ്പോഴും പ്രത്യാശ നൽകുന്ന ഒരു ഭാഷയാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. ആ സുവിശേഷം ആദ്യ കാലഘട്ടത്തിലൊന്നും വാളെടുത്തിട്ടൊന്നും അല്ലല്ലോ. ഇവരെ ജെയിംസ് ആണെങ്കിലും പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ജൂത എന്ന് പറഞ്ഞ വേറൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ആ സിനിമയിൽ നമ്മൾ കാണിക്കുന്നില്ലേ, ഏത് മറ്റൊരു സിനിമ ഉണ്ട് തേരോട്ടൊക്കെയുള്ള, അത് അയാളെ പേര് ജൂത. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെയിംസ്, അല്ലെങ്കിൽ പത്രോസ്, പോളാണ് ആദ്യം രക്തദാഹി ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന ആളാണ് പോൾ. പക്ഷേ ക്രിസ്ത്യാനിറ്റി വന്നൊരു പോൾ സമാധാനപ്രിയനായി. ഇവരൊക്കെയാണ് ഈ മതത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചത്. അപ്പോൾ ഇവരൊക്കെ തന്നെ വളരെ സമാധാനപ്രിയരായ ആളുകളായിരുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് റോമിനെ അവർ കീഴടക്കിയത്. സിംഹത്തിന് എറിഞ്ഞു കൊടുത്തു. സിംഹക്കൂട്ടിൽ ഒരുപാട് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ മരണപ്പെട്ടു. ഈ സഹനം എന്നുള്ള ഒരു പാത, സ്നേഹത്തിൻ്റെയും പാത, അതിലൂടെയാണ് ജീസസ് ജയിക്കുന്നത്. പിന്നെ റോമിലെത്തിയപ്പോൾ ജീസസിനെ അവർ വേറെ രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള വേറെ കാര്യം, അതുപോട്ടെ. പക്ഷേ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സാധനം എഴുതുന്നത് ഇങ്ങനെയാണ്. സെൻസുകളിലൊക്കെ വന്നതോടുകൂടി സെൻസുകളിലൊക്കെ ഭയങ്കര മോശമായിട്ട് പിന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ആളുകൾ പെരുമാറിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആദ്യത്തെ പിന്നെ അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ ക്രിസ്ത്യാനിറ്റി ജെമ്മാണ്, മനസ്സിലായില്ലേ? ആ ക്രിസ്ത്യാനിറ്റീൻ്റെ ഫൗണ്ടേഷനിൽ എന്നും ഇത് നിൽക്കുന്നത്, അല്ലാതെ റോമക്കാരുടെ സ്ട്രക്ചർ നിൽക്കുന്നതല്ലാതെ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനാണ്. ഈ പെന്തക്കോസ്തുകാരോട് എനിക്ക് ആപ്പാടുള്ള ബഹുമാനത്താണ്. അവരത് ആ വിഷനെ പറ്റിയാണ്. ബാക്കി അവിടെ പൊളിറ്റിക്കൽ അജണ്ട ഒന്നും ഒരു താല്പര്യമില്ലാത്തതാണ്. പക്ഷേ അവരുടെ വിഷൻ കൊള്ളാം. നമ്മൾ പറഞ്ഞത് ജീസസിനെ ഇവരെ അംഗീകരിച്ചില്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവാഞ്ചലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം
അവർ ബൈബിളിൽ പറയുന്ന പൂർണ്ണ ആ രീതി വിശ്വസിക്കുന്ന ആളുകൾ. അവർ നോക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചു വന്നു, അതിനവർ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ വിശാല ഇസ്രായേൽ സ്ഥാപിക്കണം, ജൂതന്മാർ ജീസസിനെ അംഗീകരിക്കണം, പിന്നെ ഒരു 3-ാം ലോക മഹായുദ്ധം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അജണ്ട നടക്കുന്നുണ്ട്, ഒരു ഭ്രാന്തമായ അജണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അജണ്ട നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലെബനൻ ആക്രമണം. പക്ഷേ ഇതിങ്ങനെ പോയിട്ട് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇവർ പലരും ആകപ്പാടെ ഒരു താലിബാനോ അല്ലെങ്കിൽ ഈ രഹസ്യമായി സഹായിക്കുന്ന ഖത്തറും മലേഷ്യയൊക്കെ ഉള്ളൂ. അല്ല പൊതുവെ മുസ്ലിം രാജ്യങ്ങളൊന്നും ആ രീതിയിൽ ഒരു അദ്ദേഹം തിരഞ്ഞെടുത്തില്ല. പക്ഷേ ഈ രീതിയിൽ ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്റ്റ് ഫ്രണ്ട്ലി ടേംസുള്ള രാജ്യമാണ്, ജോർദാൻ, സൗദി, ഇവരെയൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട്. ഇവരൊക്കെ വേറൊരു വഴി സ്വീകരിച്ച് കഴിഞ്ഞാൽ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പം നമ്മളുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് ടെററിസ്റ്റുകൾ. സ്റ്റേറ്റ് ആക്ടേഴ്സായിട്ട് ടെററിസം ഉള്ള അഫ്ഗാനിസ്ഥാൻ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ രീതിയിൽ ഇസ്രായേൽ എക്സ്പാൻഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് ആക്ടേഴ്സ് വരും. അന്നപ്പോൾ അവർ ഏതാണ് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഓരോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ മതവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളവിടെ നിന്നോ, ഞങ്ങൾ മാത്രമാണ് ശരി, എല്ലാവരും ഞങ്ങളെ കൂടണം എന്ന് പറയുമ്പോൾ മാത്രമേ ഇസ്ലാം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിങ്ങളവിടെ നിന്ന് ഞങ്ങളിവിടെ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളെപ്പോൾ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരു വലിയ ശരിയാണ്. ആ രീതിയിലാണ് പല മുസ്ലിം രാജ്യങ്ങൾ നിന്ന് പോകുന്നത്. ഉള്ളിൽ അവർക്ക് ചിലപ്പോൾ മറ്റു അജണ്ടയാണ്, പക്ഷേ പുറത്തെങ്കിലും അത് കാണിക്കുന്നില്ല. ആ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ ആ രീതിയിൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും, ഏതായാലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഈ തീവ്രവാദികളാണ് ശരിയെന്ന് അവരങ്ങ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ആക്ടേഴ്സ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ കൈ കൂടിയാണ്ടല്ലോ സ്ഥിതി അങ്ങ് മാറും. എസ്പെഷ്യലി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സെമി ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആക്ടർ ഉണ്ട്, അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ടെക്നോളജി ഉണ്ട്. ആ ഓർമ്മ ഇസ്രായേലിനുണ്ടാവണം. ഇസ്രായേൽ അല്ല, ലോകത്ത് മൊത്തം ഉണ്ടായിരിക്കുന്നതല്ല. അല്ലെ പ്രശ്നം വെച്ചാൽ ഇവന്മാർ ഞങ്ങൾ ഏതായാലും ഇല്ലാതാകുന്നത്, പിന്നെ നിങ്ങൾ നിൽക്കേണ്ടത് ഇവൻ എന്ത് ചെയ്യും? നമ്മൾ ഈ ലാഭക്കൊതി കൊണ്ട് കളി ഉണ്ടല്ലോ, ഒരു പരിധി എത്തുമ്പോൾ ഇത് തിരിച്ചടി ഉണ്ടാവും. ഇസ്രായേൽ ഇപ്പോൾ ഉള്ള ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും കൂടി ഉൾപ്പെടുത്തി അത് അവർ നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവർ ശ്രമിക്കണം. അതിനപ്പുറത്തേക്ക് അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.